നിധനായ ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല ദുആവസിയത്തുകൾ നടത്തിയിട്ടുണ്ട് എന്നോട് ബന്ധപ്പെട്ട്, ഞാൻ അഭിമുഖീകരിക്കുന്ന അസുഖങ്ങളോട്, പ്രയാസങ്ങളോട് ബന്ധപ്പെട്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും വിഷമകരമായ ഒരു ആരോഗ്യ സാഹചര്യമാണ് ഞാൻ ഇന്ന് ഈ വോയിസ് ഇടുമ്പോഴുള്ളത്. കാരണം എനിക്ക് ക്രിയാറ്റിൻ ഏതാണ്ട് 11 മേലെ ആയിരിക്കുന്ന അവസ്ഥയാണ്. അതുമാത്രവുമല്ല, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും മുൻകാലങ്ങളിലില്ലാത്തതുപോലെ നീര് നന്നായി വന്ന് ശരീരം മൊത്തം നല്ല നീരായിട്ടുള്ള ഒരവസ്ഥ, നീര് വർദ്ധിച്ചിരിക്കുന്ന ഒരവസ്ഥയുമാണ്. ഇത് രണ്ടും എങ്ങനെയും താങ്ങാവുന്നതായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുറെ ദിവസങ്ങളായി യൂറിൻ പോകുന്നില്ല എന്നുള്ളതാണ്. യൂറിന്റെ അളവ് വളരെ കുറഞ്ഞ്, വളരെ ഏതാനും ഡ്രോപ്സ് മാത്രമാണ് യൂറിൻ പുറത്തേക്ക് വരുന്നത്. ആ ഒരു നിലയിലായി പോയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരടുത്തേക്ക് അടുത്ത ദിവസങ്ങൾ പോകേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ്. ഡോക്ടർമാരടുത്ത് ചെന്നാൽ അവര് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഒരു ഡയാലിസിസിന് പറ്റുന്ന ആരോഗ്യാവസ്ഥയിലല്ല ഞാനുള്ളത്. വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട്. തലച്ചോറിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നിട്ട് അതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് സ്ട്രോക്ക് വരിക. ഈ അടുത്ത സമയത്തും കാര്യമായ നിലയിൽ സ്ട്രോക്ക് വന്ന് വലത് കൈയൊക്കെ ദുർബലമായി പോയ അവസ്ഥയൊക്കെ ഉണ്ടായി, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ ഇപ്പോഴും യൂറിൻ പോകാതെ നിന്ന് പോകുമ്പോൾ, യൂറിൻ പോകുന്ന സമയത്തും 1-2 മണിക്കൂർ ടോയ്ലറ്റിൽ ഇരുന്നാലാണ് യൂറിൻ പോയിട്ടൊന്ന് ശുദ്ധീകരിച്ച് കയറാൻ കഴിയുക. അങ്ങനത്തെ യൂറിൻ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. ഇതുകൂടാതെ വളരെ ശക്തമായ കോൺസ്റ്റിപ്പേഷൻ കാരണം ടോയ്ലറ്റിൽ പോകാൻ പലപ്പോഴും വളരെ വിഷമിക്കുന്ന, മണിക്കൂറുകളോളം ടോയ്ലറ്റിൽ ഇരിക്കേണ്ടി വരുന്ന വിഷമകരമായ അവസ്ഥയുണ്ട്. കുറെ പ്രയാസങ്ങൾ ഇങ്ങനെ ഉള്ളതിന്റെ നടുവിൽ ഡയാലിസിസ് എന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നാൽ വല്ലാത്തൊരു വിഷമാവസ്ഥയിലേക്ക് ശരീരം എത്തുമെന്ന് ആശങ്കയുണ്ട്. ഡോക്ടർമാർക്ക് പോലും ആശങ്കയുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇത്രയും കാലം നമ്മൾ പിടിച്ചു നിന്നത് ദുആ കൊണ്ട് മാത്രമാണ്. ആ ദുആയിലെ ഏറ്റവും പരമപ്രധാനമായ ദുആ ആണ് ദുആ സ്വലാത്ത് മജ്‌ലിസിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാറുള്ള ദുആ. ആ ദുആ വളരെയധികം ഫലവത്തായിട്ടുണ്ട്. ഇതുവരെയുമുള്ള ഒരു പിടിച്ചു നിൽക്കലിന് അല്ലാഹു തആല ഒരു കാരണമാക്കിയത് ദുആ ആണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരും ഇപ്പോഴത്തെ എൻ്റെ ഈ അവസ്ഥ ഒരു ഡയാലിസിസിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യം വരാതെ, ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാതെ, യൂറിൻ നന്നായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ശരീരത്തിനിപ്പം എല്ലാ ഭാഗത്തും ഈ നീര് കെട്ടുന്നതിനോടൊപ്പം വേദന, വയറിനൊക്കെ ശക്തമായ വേദന, ഇന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇതുവരെയും വലിയ ബുദ്ധിമുട്ട്, കുറച്ച് ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു. എന്നാൽ ഇന്നൊക്കെ ഭക്ഷണം കഴിക്കാനും വിഷമകരമായ ഒരവസ്ഥയിൽ വയറിന് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഇതിന്റെ ഭാഗമാണ്, കിഡ്നിയുടെ ബുദ്ധിമുട്ടിന്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് മാറി ശരീരത്തിന് ആഫിയത്ത് തിരിച്ചു കിട്ടാനും ഒരു ഡയാലിസിസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ ദുആയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും വോയിസ് ഇടുന്നത്. ഇൻഷാ അല്ലാഹ് എൻ്റെ സഹോദരങ്ങളുടെ പ്രാർത്ഥനകളിൽ മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, സർവശക്തൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ആഫിയത്തും ദീർഘായുസ്സും തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. കഠിനമായ രോഗങ്ങളിലേക്ക് എത്തി വല്ലാതെ വിഷമിക്കുന്ന സാഹചര്യം വരാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഇസ്തിഖാമത്തോട് നിൽക്കാനുള്ള ഈമാനും തഖ്വയും അള്ളാഹു എനിക്കും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.